ഇറാൻ വെടിവെച്ചിട്ട അമേരിക്കൻ യുദ്ധവിമാനത്തിലെ പൈലറ്റിനെ ഇറാനിൽ നിന്ന് അതിസാഹസികമായി രക്ഷിച്ച US നടപടിക്ക് പ്രശംസയുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. രക്ഷാദൌത്യത്തിന് പിന്നാലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ബെഞ്ചമിൻ നെതന്യാഹു ഫോണിൽ വിളിച്ച് അഭിനന്ദിച്ചു. ഒറ്റപ്പെട്ടുപോയ US പൈലറ്റിനെ രക്ഷിക്കാൻ അമേരിക്ക നടത്തിയ പെർഫെക്റ്റ് ദൌത്യത്തിനാണ് അഭിനന്ദനം. രക്ഷാദൌത്യത്തിന് ഇസ്രായേൽ നൽകിയ സഹായത്തിന് ട്രംപ് നന്ദി അറിയിച്ചതായി നെതന്യാഹു എക്സിലെ പോസ്റ്റിൽ പറഞ്ഞു. ധീരമായ തീരുമാനമെടുത്തതിനും ശത്രു രാജ്യത്ത് നിന്ന് പൈലറ്റിനെ രക്ഷിക്കാൻ കുറ്റമറ്റ രീതിയിൽ ദൌത്യം നടപ്പിലാക്കിയതിനും താൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ നേരിട്ട് വിളിച്ച് അഭിനന്ദിച്ചു. രക്ഷാദൌത്യത്തിൽ ഇസ്രായേൽ നൽകിയ സഹായത്തിന് പ്രസിഡന്റ് നന്ദി അറിയിച്ചുവെന്നാണ് നെതന്യാഹു കുറിച്ചത്. യുദ്ധക്കളത്തിനകത്തും പുറത്തും നമ്മുടെ സഹകരണം മുമ്പെങ്ങുമില്ലാത്ത വിധം ശക്തമായതിൽ താൻ അഭിമാനിക്കുന്നു. ധീരനായ ഒരു അമേരിക്കൻ പോരാളിയെ രക്ഷിക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞു എന്നതിലും സന്തോഷമുണ്ടെന്ന് ബെഞ്ചമിൻ നെതന്യാഹു കൂട്ടിച്ചേർത്തു. രക്ഷാപ്രവർത്തനത്തിന് ഇസ്രായേൽ രഹസ്യാന്വേഷണ സഹായം നൽകിയതായി CNN നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. പൈലറ്റിനായുള്ള തിരച്ചിലിനെ ബാധിക്കാതിരിക്കാൻ ഇറാനെതിരെ ഇസ്രായേൽ പദ്ധതിയിട്ടിരുന്ന ചില ആക്രമണങ്ങൾ മാറ്റിവെച്ചതായും ഇസ്രായേലി വൃത്തങ്ങളെ ഉദ്ധരിച്ച് CNN റിപ്പോർട്ട് ചെയ്തു. ഇറാൻ വിമാനം വെടിവെച്ചിട്ടതിനെ തുടർന്ന് കാണാതായ രണ്ടാമത്തെ F-15 പൈലറ്റിനെ സൈന്യം രക്ഷപ്പെടുത്തിയതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു. US സൈന്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ധീരമായ രക്ഷാ ദൌത്യമാണിതെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിലെ പോസ്റ്റിൽ വിശദമാക്കിയത്. ഒരു പോരാളിയെയും പിന്നിൽ ഉപേക്ഷിക്കില്ല എന്നും ട്രംപ് വ്യക്തമാക്കി. അതേസമയം അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെയുള്ള യുദ്ധത്തിൽ തങ്ങൾ പഴയപടിയാവില്ലെന്ന് പ്രഖ്യാപിച്ച് ഇറാൻ രംഗത്തെത്തി. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സൈനിക നീക്കങ്ങളിൽ അമേരിക്കയ്ക്ക് കനത്ത നാശനഷ്ടങ്ങൾ വരുത്തിയതായും ഇറാൻ അവകാശപ്പെട്ടു. ഇസ്ഫഹാനിൽ അമേരിക്കൻ പൈലറ്റിനെ രക്ഷിക്കാനുള്ള നീക്കത്തിനിടെ C-130 ട്രാൻസ്പോർട്ട് വിമാനവും 2 ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററുകളും ഉൾപ്പെടെ നിരവധി വിമാനങ്ങൾ തകർത്തതായി ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്പസ് അവകാശപ്പെട്ടു. ഇതിനു പുറമെ ഒരു F-15E സ്ട്രൈക്ക് ഈഗിൾ വിമാനവും F-10 വാർത്ത് ഹോഗും തങ്ങൾ വീഴ്ത്തിയതായി ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. MQ-9 റീപ്പർ ഡ്രോണുകൾ ഉൾപ്പെടെ 12ഓളം വിവിധ വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്നാണ് ഇറാന്റെ പക്ഷം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണികൾക്ക് മുന്നിൽ തങ്ങൾ പിന്നോട്ടില്ലെന്നും അധിനിവേശക്കാർക്ക് മറുപടി നൽകാൻ തങ്ങൾ സജ്ജമാണെന്നും ഇറാൻ സൈനിക വക്താവ് ഇബ്രാഹിം സോൽഫാഖരി വ്യക്തമാക്കി. അതേസമയം ഹോർമൂസിൽ പണം ഈടാക്കുന്നത് നിയമവിധേയമാക്കാനൊരുങ്ങി ഇറാൻ. യുദ്ധത്തിൽ നേരിട്ട നഷ്ടം ഇതിലൂടെ ഈടാക്കുമെന്നും ഇറാൻ പ്രസിഡന്റിന്റെ വക്താവിനെ ഉദ്ധരിച്ച് ഇറാൻ മാധ്യമമായ തസ്നീം റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം ഹോർമൂസ് കടലിടുക്ക് തുറന്നു കൊടുത്തില്ലെങ്കിൽ ഇറാൻ നരകതുല്യമായ അവസ്ഥ നേരിടേണ്ടി വരുമെന്ന് ട്രംപ് പ്രതികരിച്ചു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെ ഇറാനെതിരെ അസഭ്യ വർഷം നടത്തിക്കൊണ്ടാണ് ട്രംപ് പ്രസ്താവന നടത്തിയത്. ഭ്രാന്തൻ തെണ്ടികളെ, കടലിടുക്ക് തുറക്കൂ, അല്ലെങ്കിൽ നിങ്ങൾ നരകത്തിൽ പോകേണ്ടി വരും. അല്ലാഹുവിന് സ്തുതി എന്നായിരുന്നു ട്രംപിന്റെ പോസ്റ്റ്. അതിനിടെ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം സുഗമമാക്കുന്നതിനായി ഒമാനും ഇറാനും തമ്മിൽ ഉന്നതതല ചർച്ച നടത്തിയിരുന്നു. ഇരു രാജ്യങ്ങളിലെയും വിദേശകാര്യ മന്ത്രാലയങ്ങളിലെ അണ്ടർ സെക്രട്ടറിമാരുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ ഇരുവശത്തു നിന്നുമുള്ള വിദഗ്ധരും പങ്കെടുത്തു. തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള വ്യാപാര ഊർജ്ജ കപ്പലുകളുടെ യാത്ര തടസ്സമില്ലാതെയും സുരക്ഷിതമായും ഉറപ്പാക്കാനുള്ള വഴികൾ കണ്ടെത്തുകയായിരുന്നു ചർച്ചയുടെ പ്രധാന ലക്ഷ്യം. സുരക്ഷിതമായ ഗതാഗതം ഉറപ്പാക്കുന്നതിനായി ഇരു രാജ്യങ്ങളിലെയും വിദഗ്ധർ വിവിധ നിർദ്ദേശങ്ങളും യോഗത്തിൽ അവതരിപ്പിച്ചതായാണ് വിവരം. ലോകത്തെ ഇന്ധന വിതരണത്തിന്റെ വലിയൊരു ഭാഗം കടന്നു പോകുന്ന പാതയായതിനാൽ ഹോർമൂസ് കടലിടുക്കിലെ സുരക്ഷ ആഗോള സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ സാഹചര്യത്തിലാണ് ചർച്ച. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.